ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവൂസ് ഹോമിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫേസ് പാക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫേസ് പാക്ക് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കടകളിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ മേടിച്ചിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ കണ്ടൻറ്റ് കുറവും ബാക്കി കെമിക്കൽസിൻ്റെ കണ്ടൻറ്റ് കൂടുതലുമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കെമിക്കൽസ് ആഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് പ്യുവറായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഓർഗാനിക് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറാണ്. എന്നിട്ട് ഇതിലേക്ക് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. അപ്പോൾ മുൾട്ടാണി മിട്ടി ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരു സ്പൂൺ തികച്ചെടുക്കുന്നില്ല. നമ്മുടെ ആവശ്യത്തിന് മുൾട്ടാണി മിട്ടി എടുക്കുക, എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറ്റാർവാഴ ജെല്ലാണ്, അതായത് അലോവേറ ജെൽ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കറ്റാർവാഴ ജെൽ. എന്നിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും എടുക്കുക, എന്നിട്ട് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അടുത്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്, അതായത് പനിനീർ. അപ്പോൾ ഇവിടെ ഒരു സ്പൂൺ റോസ് വാട്ടറാണ് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ നല്ലൊരു ക്രീം രൂപത്തിൽ ആയി കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കാരണവശാലും കട്ട പിടിച്ചിരിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഒരിക്കലും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു ചാർക്കോളിൻ്റെ പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്നുള്ള ചാർക്കോളിൻ്റെ പൗഡർ മേടിക്കുക. ഇപ്പോൾ ഞാൻ ചാർക്കോളിൻ്റെ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു പരുവം. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ പാക്ക് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ഫേസ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഏതൊരു പാക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ പാക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് പാക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ചാർക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിക്കട്ടേനെയാണ് ചാർക്കോൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നെ പൊടിച്ചെടുത്തിട്ട് പിന്നെ പാക്കായിട്ട് നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർക്കോൾ പൗഡർ നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന അഴുക്കുകളെല്ലാം റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ചാർക്കോൾ പൗഡർ എന്ന് പറയുന്നത്. ഈ ഒരു ചാർക്കോൾ ഫേസ് പാക്ക് നമുക്ക് കടയിൽ റെഡിമെയ്ഡായിട്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അവർ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല കെമിക്കൽസ് ആഡഡ് ആയിട്ട് വരുന്നൊരു സംഭവം കൂടിയാണ് നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന ഈ ഒരു ചാർക്കോൾ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ഈ കെമിക്കൽസ് ആഡഡ് ആയിട്ട് വരുന്ന ഫേസ് പാക്കുകൾ ഫേസിലിടുന്ന അത്ര നല്ലതല്ല. കാരണം നമുക്ക് അപ്പോഴും നല്ലൊരു റിസൾട്ട് കിട്ടുമായിരിക്കും, പക്ഷേ ഫ്യൂച്ചറിൽ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിനകത്ത് പോഴ്സൊക്കെ ഉണ്ടാവാനും അതുപോലെ തന്നെ ഇങ്ങനെ ചുളിവുകൾ വരാനൊക്കെ ഒരുപാട് ചാൻസാണ് ഇതുപോലത്തെ കെമിക്കൽസ് ആഡഡ് ആയിട്ടുള്ള പാക്കുകൾ ഇടുമ്പം. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മിക്ക സാധനത്തിനകത്തും കെമിക്കൽസ് ഉണ്ടാവും. നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ കെമിക്കൽസൊക്കെ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ബോഡിയിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നാച്ചുറലായിട്ടും കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് തന്നെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിനകത്തുള്ള ഈ ഒരു ചാർക്കോൾ പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ചാർക്കോൾ പൗഡർ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെപ്പോഴും ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കണം. പക്ഷേ നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ശരീരത്തിന് ദോഷങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള രീതിയിലൊന്നും ആകരുത്.
അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലേ ഒരു ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹെൽത്തി ലൈഫ് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ അത്രയും നാൾ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. അതായത് ഈ കെമിക്കൽസൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതും അതൊക്കെ നമ്മൾ മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഈ ഒരു പാക്ക് ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ പാക്ക് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ മുഖത്ത് സ്പ്രേ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസിൽ ഫുള്ള് നന്നായിട്ട് ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നല്ല ഉണങ്ങിയിരിക്കുമല്ലേ നമ്മുടെ പാക്ക്, അപ്പോൾ അതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടും മസാജ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലായിടത്തും നന്നായിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ വെള്ളം നനച്ച് മുഖത്തൊപ്പി മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഫേസ് ഫുള്ളും വെള്ളം സ്പ്രേ ചെയ്തിട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പം ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ ചാർക്കോൾ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഗ്രാന്യൂൾസ് കാണും. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെയാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പതുക്കെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ കൂടുതലും കാണുന്ന ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചുണ്ടിൻ്റെ താഴെയുള്ള ഭാഗമില്ല, അവിടെയും ചെറിയ രീതിയിൽ കുരുപ്പ് പോലെയും വൈറ്റ് ഹെഡ്സൊക്കെ കാണാൻ ഒരുപാട് ചാൻസ് ഉള്ളൊരു ഭാഗമാണ് ഈ ചുണ്ടിൻ്റെ താഴെയൊക്കെ. അപ്പോൾ അവിടെയും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. നമ്മുടെ കവിളിലും എല്ലായിടത്തും ഫേസിൽ എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് സമയമെടുത്ത് തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. നെറ്റിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഈ വെയിലടിക്കുമ്പോൾ ഏറ്റവും കൂടുതലും വെയിൽ നമ്മുടെ ഫേസിലടിക്കുന്നത് ഈ നെറ്റി ഭാഗത്താണ്. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതലും കരുവാളിപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ ചുണ്ടിൻ്റെ സൈഡിലും മസാജ് ചെയ്ത് കൊടുക്കുക, അതായത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് അവിടെ നല്ല ബ്ലാക്ക്, അതായത് നല്ല ഇരുണ്ടിട്ടിരിക്കും. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്ക്രബ് ചെയ്യില്ലെങ്കിലോ അല്ലെങ്കിൽ മസാജ് ചെയ്തില്ലെങ്കിലോ ഇങ്ങനെ ചുണ്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ കറുപ്പ് വീഴും. അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മസാജൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒരു ബൗളിലെടുത്തിട്ട് ഇങ്ങനെ ഫേസിലെ പാക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാജ് ചെയ്തതിന് ശേഷം തന്നെ പോയി വാഷ് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴായാലും പാക്ക് ഇടുമ്പോഴായാലും എല്ലാം നമ്മൾ ബാത്റൂമിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പാക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഇട്ട് തറയിൽ അത്ര വീഴുകയും ചെയ്യും, തറ അത്രയും വൃത്തിയിടാവുകയും ചെയ്യും. ഇപ്പം ഞാനിത് റൂമിലിരുന്ന് ചെയ്തപ്പോൾ എൻ്റെ റൂമിലെ തറ അത്രയും വൃത്തിയിടായി, കാരണം ഇതിങ്ങനെ ഇറ്റ് വീഴും. അതുകൊണ്ട് മാക്സിമം ബാത്റൂമിൽ നിന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ അത്യാവശ്യം ഞാനിങ്ങനെ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഫേസ് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫേസിലെ ആ ഒരു ഗ്ലോ എന്തുമാത്രം ഉണ്ടെന്നുള്ളതും. അതുപോലെ തന്നെ എനിക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ്. ഇനി ഞാൻ അടുത്തത് ചെയ്യുന്നത് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഏതൊരു പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ടും മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ അലോവേറ ജെല്ല് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു അലോവേറ ജെൽ ഇട്ടതിന് ശേഷം കഴുകി കളയേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഇങ്ങനെ കഴുകി കളയണോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കഴുകി കളയേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷമുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അത്രയും നല്ലതാണ് നമ്മുടെ ഈ ഒരു ചാർക്കോൾ പൗഡർ പാക്ക് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫേസ് പാക്ക്. നമ്മുടെ ഫേസിന് അത്രത്തോളം നല്ലതാണ്, ഒരു ദോഷങ്ങളും നമ്മുടെ ഫേസിന് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 3 തവണ ചെയ്താൽ മതി. അത് ഒരിക്കലും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യരുത്, ഓരോ ദിവസം ഇടവിട്ടിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫേസ് പാക്ക് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.